ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 78ാമത്തെ ദശകം നോക്കാം. ദ്വാരകാവാസവും രുക്മിണി സന്ദേശപ്രാപ്തിയും. ഒന്നാമത്തെ ശ്ലോകം. ത്രിദിവവർദ്ധകി വർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത് ജലധിമധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരോജിഷ. പദമുറിച്ച് പറയാം. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത് ജലധിമധ്യഗതം ത്വം അഭൂഷയോ നവപുരം വപുഹു അഞ്ജിതരോജിഷ. വപുരഞ്ജിതരോജിഷ. ത്രിദിവവർദ്ധകി വിശ്വകർമാവിൻ്റെ വർദ്ധിത കൗശലം കരവിരുത് കളിയാടുന്നതും ത്രിദശ ദേവന്മാരെ ദത്ത കൊടുത്ത സമസ്ത വിഭൂതിമത് എല്ലാ ഐശ്വര്യങ്ങളും ഉൾക്കൊള്ളുന്നതും ജലധിമധ്യഗതം സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ നവപുരം പുതിയ രാജധാനി ദ്വാരകയെ ത്വം അവിടുന്ന് വപുഹു അഞ്ജിതരോജിഷ മനോഹരമായ ശരീരകാന്തി കൊണ്ട് അഭൂഷയ അലങ്കരിച്ചു. ഇവിടെ ജരാസന്ധനെ ഒരിക്കൽ കൂടെ വിട്ടുകളഞ്ഞിട്ട് ഭഗവാൻ ദ്വാരകയിലെത്തിയിട്ട് അങ്ങനെ ദ്വാരകയിൽ താമസം തുടങ്ങി. ദ്വാരക എങ്ങനെയുള്ളതാണ് എന്ന് പറയാണ് ഈ ശ്ലോകത്തിൽ. ത്രിദിവവർദ്ധകി വർദ്ധിത കൗശലം വിശ്വകർമാവിൻ്റെ വർദ്ധിച്ച കരവിരുത് കളിയാടുന്നതും ദേവന്മാരാൽ നൽകപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളും ഉൾക്കൊള്ളുന്നതും അതുപോലെ തന്നെ സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ രാജധാനിയെ ദ്വാരകയെ ഭഗവാൻ തൻ്റെ കാന്തി കൊണ്ട് അലങ്കരിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ വിശ്വകർമാവിൻ്റെ കരവിരുതും ദേവന്മാരുടെ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭഗവാന്റെ ആ മനോഹരമായ ദേഹകാന്തി ദ്വാരകയെ ഒന്നുകൂടി അലങ്കരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം. ദദുഷിരേവദ ഭൂഭൃതിരേവതീം ഹലഭൃദേ തനയാം വിധിശാസനാത് മഹിതമുത്സവഘോഷമഭൂഭുഷ സമുദിതൈർമുദിതൈ സഹയാദവൈ. പദമുറിച്ച് പറയാം. ദദുഷി രേവത ഭൂഭൃതി രേവതീം ഹലഭൃദേ തനയാം വിധിശാസനാത് മഹിതം ഉത്സവഘോഷം അഭൂപുഷഃ മഹിതമുത്സവഘോഷമഭൂപുഷഃ സമുദിതൈഃ മുദിതൈഃ സഹ സമുദിതൈർമുദിതൈ സഹ യാദവൈഃ. രേവത ഭൂഭൃതി രേവതൻ എന്ന രാജാവ് തനയാം രേവതിയും മകളായ രേവതിയെ വിധിശാസനാത് ബ്രഹ്മാവിൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് ഹലഭൃദേ ദദുഷി ബലരാമന് കൊടുത്തു. ബലരാമനെ വിവാഹം ചെയ്ത് കൊടുത്തപ്പോൾ ത്വം അവിടുന്ന് മുദിദേഹി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് സമുദിദേഹി കൂട്ടം കൂട്ടമായി എത്തിച്ചേർന്ന യാദവൈഹി സഹ യാദവന്മാരോട് കൂടിയിട്ട് മഹിതം ഉത്സവഘോഷം മഹത്തായ ആ വിവാഹ ഉത്സവത്തെ അപൂപുഷ പുഷ്ടമാക്കി ചെയ്തു, നന്നായിട്ട് തന്നെ നടത്തി. ഇവിടെ ഈ ശ്ലോകത്തിൽ ബലരാമൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുകയാണ്. രേവതൻ എന്ന രാജാവ് തൻ്റെ മകളെ രേവതിയെ ബ്രഹ്മാവ് നിർദ്ദേശിച്ചതനുസരിച്ച് ബലരാമന് വിവാഹം കഴിച്ച് കൊടുത്തപ്പോൾ കൂട്ടം കൂട്ടമായി അവിടെ എത്തിച്ചേർന്ന യാദവന്മാരോട് കൂടിയിട്ട് ആ വിവാഹം ഭഗവാൻ ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊടുത്തു. ഇനി മൂന്നാമത്തെ ശ്ലോകം. അഥ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമധിസത ചേതി മഹീഭുജേ സ്വതമസാതമസാധുമുപാശ്രയൻ. പദമുറിച്ച് പറയാം. അഥ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയം അതിസത ചേതി മഹീഭുജേ സ്വതമസാ തം അസാധും ഉപാശ്രയൻ. സ്വതമസാതമസാധുമുപാശ്രയൻ. ഹേ ദേവ ഗുരുവായൂരപ്പ. അത് അനന്തരം വിദർഭസുതാം ത്വയി ഖലു പ്രണയിനീം രുക്മിണീം
വിദർഭരാജപുത്രിയും അങ്ങയിലെ അങ്ങയില് തികച്ചും അനുരക്തയുമായ പ്രണയിനിയും അങ്ങയുടെ പ്രണയിനിയുമായ രുക്മിണിയെ സഹോദരൻ എന്ന് പറയുമ്പോൾ രുക്മി ചേതി മഹീഭുജെ ചേതി രാജാവായ ശിശുപാലന് സ്വതമസ സ്വന്തം അറിവില്ലായ്മ കൊണ്ട് ശിശുപാലനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അസാധും തം ദുഷ്ടനായ അവനോട് ആ ശിശുപാലനോട് കൂട്ടുകൂടിയിട്ട് ഉപാശ്രയൻ കൂട്ടുകൂടിയിട്ട് സ്വയം അതിസത കൊടുപ്പാൻ എന്ന് പറയുമ്പോൾ തന്നെത്താൻ നിശ്ചയിച്ചു. ആ ശിശുപാലനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സ്വയം രുക്മി നിശ്ചയിച്ചു. അപ്പോൾ ഇവിടെ ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ രേവതിയും ബലരാമനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം വിദർഭ രാജാവിൻ്റെ പുത്രിയും ഭഗവാനിലെ അനുരക്തയുമായ രുക്മിണിയെ കൂട്ടുകാരനായ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ സഹോദരനായ രുക്മി സ്വയം തീരുമാനിച്ചു. ഇനി 4-ാമത്തെ ശ്ലോകം. ചിരധൃത പ്രണയാ ത്വയി ബാലിക സപതി കാംക്ഷിത ഭംഗസമാകുല തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകഥനം കഥനംഗവിനിർമ്മിതം. പദം മുറിച്ച് പറയാം. ചിരധൃത പ്രണയ ത്വയി ബാലിക സപതി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകഥനം കഥനംഗ വിനിർമ്മിതം. ത്വയി വളരെ കാലമായിട്ട് ചിരധൃത പ്രണയ അങ്ങയെ പ്രണയിച്ചുകൊണ്ടിരുന്ന ബാലിക പ്രണയിച്ചുകൊണ്ടിരുന്ന ആ രുക്മിണി സപതി പെട്ടെന്ന് കാംക്ഷിതത്തിന് ഭംഗം വരിക എന്ന് പറയുമ്പോൾ ആഗ്രഹത്തിന് തടസ്സം വന്നതുകൊണ്ട് സമാകുല പരിഭ്രമിച്ചിട്ട് കഥനംഗ വിനിർമ്മിതം കാമദേവൻ മൂലം തനിക്കുണ്ടായിട്ടുള്ള സ്വകഥനം കഠിനമായ ആ വേദന അത് തവ നിവേദയിതും ഗുരുവായൂരപ്പ അങ്ങയെ അറിയിക്കാനായിട്ട് ദ്വിജം ആദിശത് ഒരു ബ്രാഹ്മണനെ പറഞ്ഞയച്ചു. അപ്പോൾ വളരെ കാലമായിട്ട് ഭഗവാനെ തന്നെ പ്രണയിച്ചു കൊണ്ടിരുന്ന രുക്മിണി ശിശുപാലനുമായുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ സഹോദരനായ രുക്മി ആ വിവാഹം നിശ്ചയിച്ചപ്പോൾ തൻ്റെ ആഗ്രഹത്തിന് തടസ്സം നേരിട്ടതുകൊണ്ട് അതീവ ദുഃഖിതയായിട്ട് കാമാധിക്യം കൊണ്ടുണ്ടായ മനോവേദന ഭഗവാനെ അറിയിക്കുന്നതിന് ഒരു ബ്രാഹ്മണനെ ദൂതനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഇനി 5-ാമത്തെ ശ്ലോകം. ദ്വിജസുതോപി ചതൂർണമുപായയൗ തവ പുരം ഹി ദുരാസദം മുദമവാപ ച സാദര പൂജിത സഭവതാഭവതാപഹൃത സ്വയം. പദമുറിച്ച് പറയാം. ദ്വിജസുതോപി ച തൂർണമുപായയോ തവ പുരം ഹി ദുരാസദം മുദം അവാപ ച സാദരപൂജിതഃ സ ഭവതാപഹൃത സ്വയം. ദ്വിജസുതഃ അഭി ആ ബ്രാഹ്മണനും ദുരാസദം ദുർബുദ്ധികൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ദുഷ്പ്രവേശം എന്ന് പ്രസിദ്ധമായ ഹി എന്ന് പറയുമ്പോൾ പ്രസിദ്ധമായ തവപുരം അങ്ങയുടെ രാജധാനിയിൽ ദ്വാരകയിൽ തൂർണം ഉപായയോ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. സഹ ആ ബ്രാഹ്മണൻ ഭവതാപഹൃത ആ സംസാര ദുഃഖം സംസാര താപം എന്ന് പറയുമ്പോൾ ദുഃഖം, ഹൃദ എന്ന് പറയുമ്പോൾ അപഹരിക്കുക എന്ന് പറഞ്ഞാൽ തീർക്കുക. ഭവതാപഹൃദ ആ സംസാര ദുഃഖം തീർക്കാനായിട്ട് ഇല്ലാതാക്കാൻ സംസാര ദുഃഖം ഇല്ലാതാക്കാൻ സമർത്ഥനായ ഭവത അവിടുന്ന് സ്വയം സാദരപൂജിത സ്വയം ആദരവോടെ പൂജിച്ച് സൽക്കരിച്ചപ്പോൾ മുദം അവാപാച്ച ശരിക്കും വളരെ അധികം മുദം അവാപാച്ച വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു.
വൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ, ആ ബ്രാഹ്മണൻ ദുർബുദ്ധികൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അങ്ങയുടെ പ്രസിദ്ധമായ ആ ദ്വാരകയിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. പിന്നീട് ബ്രാഹ്മണനെ ഭഗവാൻ സ്വയം ആദരവോടെ പൂജിച്ച് സൽക്കരിച്ചപ്പോൾ മുദം അവാപ ച, അത്യധികം ആ ബ്രാഹ്മണൻ അത്യധികം സന്തോഷത്തെ പ്രാപിക്കുകയും ചെയ്തു. ഇനി 6ാമത്തെ ശ്ലോകം. സച്ച ഭവന്തമവോജത കുണ്ടിനെ നൃപസുധാ ഖലു രാജതി രുക്മിണി ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം. പദമുറിച്ച് പറയാം. സച്ച ഭവന്തം അവോചത, ഭവന്തം അവോചത കുണ്ടിനെ നൃപസുധാ ഖലു രാജതി രുക്മിണി ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹി തയാ പ്രഹിതഃ അസ്മി അഹം പ്രഹിതോസ്മ്യഹം. സഹ, ആ ബ്രാഹ്മണൻ, ഭവന്തം അവോചത ച, അങ്ങയോട് ഇങ്ങനെ അവോചത ച, അറിയിക്കുകയും ചെയ്തു. കുണ്ടിനെ, കുണ്ടിനത്തില്, വിദർഭ രാജധാനിയില്, ഖലു രുക്മിണി, രുക്മിണി എന്ന് അറിയപ്പെടുന്ന നൃപസുധ രാജതി, രാജപുത്രി ശോഭിക്കുന്നു, രാജതി ശോഭിക്കുന്നു. ത്വയി, അങ്ങയില്, സമുത്സുകയ, അതിസ്നേഹമുള്ളവളും, നിജ ധീരതാരഹിതയ, മനോധൈര്യം നശിച്ചുപോയവളുമായ, തയാ, അവളാൽ, അഹം പ്രഹിതഃ അസ്മി, ഞാൻ പറഞ്ഞയക്കപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ വിദർഭ രാജധാനിയിലെ രുക്മിണി പറഞ്ഞയച്ചതാണ്, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനെ കൃഷ്ണൻ വേണ്ടതുപോലെ സ്വീകരിച്ചിരുത്തിയതിന് ശേഷം ബ്രാഹ്മണൻ പറഞ്ഞു, വിദർഭ രാജ്യത്തിൽ രാജകൊട്ടാരത്തിൽ രുക്മിണി എന്നു പേരുള്ള രാജപുത്രി അങ്ങയെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങയെ അത്യധികം സ്നേഹിക്കുന്ന, എന്നാൽ ഇപ്പോൾ മനോധൈര്യം തീരെ ഇല്ലാതായിരിക്കുന്ന ആ രുക്മിണി എന്നെ ഇപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇനി 7ാമത്തെ ശ്ലോകം. തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃബോധുന അയി കൃപാലയ പാലയ മാമിതി പ്രജഗതേ ജഗദേകപദേ തയാ. പദമുറിച്ച് പറയാം. തവ ഹൃദ അസ്മി, ഹൃദാസ്മി, പുരാ ഏവ, പുരൈവ, ഗുണൈഹി അഹം, ഗുണൈരഹം, ഹരതി മാം കില ചേതി നൃപഃ അധുന, ചേതി നൃബോധുന അയി കൃപാലയ പാലയ മാം ഇതി, മാമിതി പ്രജഗതേ ജഗത് ഏകപദേ, ജഗദേകപദേ തയ. അഹം തവ ഗുണൈഹി, ഞാൻ അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ട് കേട്ട്, പുരായേവ, പണ്ട് തന്നെ, വളരെ മുമ്പ് തന്നെ, ഹൃദാസ്മി, അങ്ങയിൽ അനുരക്തയായിരിക്കുന്നു. അധുന ചേതി നൃപഃ മാം, അധുന, ഇപ്പോൾ, ചേതി നൃപഃ, ചേതി രാജാവായ ശിശുപാലൻ, മാം ഹരതി കില, എന്നെ അപഹരിക്കാൻ ഒരുങ്ങി വരുന്നുണ്ടത്രേ. ഐ കൃപാലയ, അല്ലയോ ഭക്തവത്സല, മാം പാലയ, എന്നെ രക്ഷിക്കണേ. ഇതി, എന്ന്, ഹേ ജഗദേകപദേ, ലോകനാഥനായ ഗുരുവായൂരപ്പ, തയാ പ്രജഗതേ, അങ്ങനെ അങ്ങയോട് അവൾ പ്രാർത്ഥിക്കുന്നു. ഈ ശ്ലോകത്തിലെ ബ്രാഹ്മണൻ രുക്മിണിയുടെ സന്ദേശം അറിയിക്കുകയാണ്. ഞാൻ അങ്ങയുടെ മഹാത്മ്യങ്ങൾ പലരിൽ നിന്നായിട്ട് കേട്ട് വളരെ നേരത്തെ തന്നെ അങ്ങയിൽ അനുരക്തയായിട്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ചേതിരാജാവായ ശിശുപാലൻ എന്നെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഭക്തവത്സലനായ അവിടുന്ന് എന്നെ രക്ഷിക്കണേ. ഇനി 8ാമത്തെ ശ്ലോകം. അശരണാം യതി മാം ത്വമുപേക്ഷസേ സപതി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം. പദമുറിച്ച് പറയാം. അശരണാം യതി മാം ത്വം ഉപേക്ഷസേ സപതി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിര
സുതനോഹോ അദനോത് സുതനോരതനോത് വൃഷം സുഹൃദയം ഹൃദയം തവ കാതരം. യതി ത്വം അശരണാം മാം ഉപേക്ഷസേ, നിന്തിരുവടി അന്യാശ്രയമില്ലാത്ത എന്നെ യതി ഉപേക്ഷസേ, ഉപേക്ഷിക്കുന്നു എങ്കിൽ അഹം സപതി, ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ ജീവിതം ജഹാമി ഏവ, ജീവൻ കളയുക തന്നെ ചെയ്യും. ഇതി സുതനോഹോ ഗിരാഹ, എന്നിങ്ങനെയുള്ള രുക്മിണിയുടെ വാക്കിനാൽ അയം സുഹൃത്ത്, ആ സ്നേഹിത ബ്രാഹ്മണൻ, ആ സുഹൃത്ത്, തവ ഹൃദയം, അങ്ങയുടെ മനസ്സിനെ, വൃഷം കാതരം അതനോത്, അനുകമ്പ ആർദ്രിതമാക്കി ചെയ്തു എന്ന് പറയുമ്പോൾ, മറ്റാരും ആശ്രയമില്ലാത്ത എന്നെ അവിടുന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ കളയുക തന്നെ ചെയ്യും എന്നുള്ള ആ രുക്മിണിയുടെ സന്ദേശം കേട്ടപ്പോൾ ഭഗവാന്റെ മനസ്സ് അനുകമ്പ കൊണ്ട് ആർദ്രമായി. ഇനി 9ാമത്തെ ശ്ലോകം. അകഥയസ്ത്വമധൈനമയേ സഖേ തദധികാ മമ മന്മഥവേദന, നൃപസമക്ഷമുപേത്യ ഹരാമ്യഹം തദയിതാം ദയിതാമസി ദക്ഷണാം. പദമുറിച്ച് പറയാം. അകഥയഃ ത്വം അഥ ഏനം അയേ, അകഥയസ്ത്വമധൈനമയേ സഖേ തദധിക മമ മന്മഥവേദന, നൃപസമക്ഷം ഉപേത്യ ഹരാമ്യഹം തദയി താം ദയിതാമസി ദക്ഷണാം. അഥ എന്നിട്ട് ത്വം ഏനം അകഥയഃ, ത്വം അവിടുന്ന്, ഏനം ഇവനോട്, അകഥയഃ അരുളി ചെയ്തു, അയേ അല്ലയോ സഖേ സ്നേഹിത, മമ തദധിക മന്മഥവേദന, എനിക്ക് അവളെക്കാളധികം, അതിനേക്കാളധികം മന്മഥവേദന, കാമതാപം ഉണ്ട്. അതുകൊണ്ട് അഹം ഉപേത്യ, ഞാൻ അവിടെ വന്നിട്ട്, ഞാൻ ഉപേത്യ അവിടെ വന്നിട്ട്, നൃപസമക്ഷം രാജാക്കന്മാരുടെ മുൻപിൽ വെച്ച് തന്നെ, അസിത ഇക്ഷണാം സുന്ദരിയും അതുപോലെ തന്നെ ദൈതാം പ്രിയതമയുമായ താം അവളെ ഹരാമി കൊണ്ടുപോരുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ രുക്മിണിയുടെ സന്ദേശം മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ബ്രാഹ്മണനോട് പറയുന്നതാണ്, സ്നേഹിത, രുക്മിണിയുടെ മനോവ്യഥയെക്കുറിച്ച് അങ്ങ് ഇപ്പോൾ എന്നോട് പറഞ്ഞല്ലോ. രുക്മിണിയേക്കാൾ അധികം കാമതാപം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ അവിടെ വന്ന് രാജാക്കന്മാർ കണ്ടു നിൽക്കുമ്പോൾ തന്നെ സുന്ദരിയും പ്രിയതമയുമായ രുക്മിണിയെ ഇവിടേക്ക് കൊണ്ടുപോരുന്നുണ്ട്. ഇനി 10ാമത്തെ ശ്ലോകം. പ്രമുദിതേന ച തേന സമം തദാ രഥഗതോ ലഘുകുണ്ഡിനമേയിവാൻ ഗുരുമരുത്പുരനായകമേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. പദമുറിച്ച് പറയാം. പ്രമുദിതേന ച തേന സമം തദാ രഥഗതഃ കുണ്ഡിനമേയിവാൻ ഗുരുമരുത്പുരനായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. ഹേ ഗുരുമരുത്പുരനായക, ഭഗവാനെ ഗുരുവായൂരപ്പ, തഥാ ആ സമയത്ത്, പ്രമുദിതേന തേന അത്യധികം സന്തോഷിച്ച ആ ബ്രാഹ്മണനോട് കൂടിയിട്ട്, പ്രമുദിതേന തേന സമം അത്യധികം സന്തോഷിച്ച ബ്രാഹ്മണനോട് കൂടിയിട്ട്, രഥഗതഃ തേരിൽ കയറിയിട്ട്, ലഘു പെട്ടെന്ന് തന്നെ, കുണ്ഡിനം ഏയുവാൻ ഭവാൻ കുണ്ഡിനത്തിൽ ആ വിദർഭ രാജധാനിയിൽ എത്തിച്ചേർന്ന ഭവാൻ അവിടുന്ന്, മേ നിഖില ആപദാം എൻ്റെ എല്ലാ ആപത്തുകളെയും, തനുതാം തെല്ലൊന്ന് വിതനുതാം ശമിപ്പിക്കണേ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ബ്രാഹ്മണനോടൊപ്പം ആ വിദർഭ രാജധാനിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് കേട്ട് വളരെയേറെ ഞാൻ കൂടെ വരുന്നുണ്ട്, എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്, രുക്മിണിയേക്കാൾ ദുഃഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭഗവാൻ ഇതൊക്കെ കേട്ട് സന്തോഷിച്ച ബ്രാഹ്മണനോട് കൂടിയിട്ട് ഭഗവാൻ തേരിൽ കയറി പെട്ടെന്ന് തന്നെ വിദർഭ രാജധാനിയിൽ എത്തിച്ചേർന്നു. അവിടുന്ന് അങ്ങനെയുള്ള മൽപ്പത്തൂർ പറയാണ്, അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ എൻ്റെ എല്ലാ വേദനകൾക്കും കുറച്ചെങ്കിലും ശമനം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 78ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.